വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന മാള സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് 10 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട്. നിലവിൽ 22 കോടിയോളം രൂപ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തി. കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള മാള സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് സഹകരണ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വഴിയില്ലാത്ത സ്ഥലത്തിന് അനധികൃതമായി ഉയർന്ന തുക വായ്പ നൽകിയും ആർബിട്രേഷന്റെ ഭാഗമായുള്ള നടപടികളിൽ വായ്പയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ലേലം നടത്തിയും ബാങ്കിന് കോടികൾ നഷ്ടമുണ്ടാക്കി. ലേലത്തിൽ മാത്രം 6.5 കോടിയിലധികം രൂപയാണ് ബാങ്കിന് നഷ്ടപ്പെട്ടത്. അനധികൃതമായി കുടിശ്ശിക കുറച്ചു നൽകുകയും അനർഹമായ ശമ്പളവും ഓണറേറിയവും കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഓണച്ചന്തയും കൃഷിയും മറ്റും നടത്തി ബാങ്കിന് ലക്ഷങ്ങൾ നഷ്ടമുണ്ടാക്കി. നിലവിൽ 22 കോടിയോളം രൂപ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് എന്നും കണ്ടെത്തി. 2023 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം ബാങ്കിന്റെ തരളധനത്തിൽ 5 കോടിയോളം രൂപയുടെ കുറവുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നഷ്ടമായ പണം ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തിരിച്ചുപിടിക്കാൻ സഹകരണ വകുപ്പ് നീക്കം തുടങ്ങി. കാലങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന മാള സഹകരണ ബാങ്കിൽ നിലവിലെ പ്രസിഡന്റായ ജോഷി പെരേപ്പാടന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാത്രം 4 കോടി രൂപയ്ക്ക് മുകളിൽ ക്രമക്കേട് നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ബാങ്ക് സെക്രട്ടറി, നിലവിലെ ഭരണസമിതി അംഗങ്ങൾ, മുൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇവരുടെ പക്കൽ നിന്നും 10,07,69,945 രൂപ ഈടാക്കുന്നതിനായി ജോയിന്റ് രജിസ്ട്രാർ സഹകരണ ചട്ടം 68 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.